ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്യൂലാക്കിൽ എല്ലാ വർഷവും നടക്കുന്ന തായ് ഫുഡ് ഫെസ്റ്റിവലിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഹോളിലോട്ട് കയറുന്ന വഴിക്ക് തന്നെ ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. അപ്പോൾ ഇവിടെ കുറേ തായ് മസാജസ്, അതായത് പല പല മസാജ് സെൻറ്ററുകളിൽ നിന്ന് വന്ന് അവരിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് അവരവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ പലരും ഇതുപോലെ സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ തായ്ലൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ കണ്ടുവരുന്ന പോലെ തന്നെ വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റോളുകൾ, അതിനകത്ത് പല പല ഐറ്റംസ് അവർ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബ്യൂലാഖിൽ ഏറ്റവും വലിയൊരു ഹോളാണ് കേട്ടോ ഇത്. സിറ്റി ഹോൾ എന്നൊക്കെ പറയും. ഇവിടെ തന്നെ നമ്മുടെ പല അതായത് ഒരു സംഘടനയുടെ തന്നെ പല ഓണങ്ങളിപ്പോൾ ഓൾറെഡി നടത്തപ്പെട്ടു. അപ്പോൾ ഇത്രയും വലിയൊരു ഹോളാണ് കേട്ടോ. അത് ഹോൾ മാത്രമല്ല, അതിൻ്റെ പുറത്തോട്ടും ഭയങ്കരമായിട്ട് സ്പേസ് ഉണ്ട്. ഈ കാണുന്ന സ്പേസ് എല്ലാം ഈ ഹോളിൻ്റേതാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇത്രയും തായ്ലൻഡുകാരാണ് സ്വിറ്റ്സർലൻഡിലുള്ളത്. ഇതൊരു ചെറിയ അംശം മാത്രമാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളൂ. ഇവിടെ തായ്ലൻഡിൽ നിന്നുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അവരുടെ ഫുഡ് ഐറ്റംസ് ആണ് എല്ലാം വിൽക്കപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു ബബിൾ ടീയിലാണ്. ഡാഡി അമ്മ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തായിരുന്നു. അവിടെ നല്ലൊരു വൈബായിരുന്നു കേട്ടില്ല. പാട്ട് കൂത്ത് അടിപൊളിയായിരുന്നു. പക്ഷെ കുറേ ജനങ്ങളും ഉണ്ടായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഞങ്ങൾ നടന്നു വന്നപ്പോഴാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് സബി, ജസ്വിൻ, അവരുടെ മോനെയും കണ്ടുമുട്ടിയത്. ഇവിടെ പല മലയാളീസ് അന്ന് ഞാൻ കണ്ടുമുട്ടിയായിരുന്നു. നമ്മൾ ഇവരെ മാത്രമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നുള്ളതേ ഉള്ളൂ. ഇവിടുത്തെ പപ്പായസ്, അതായത് തായ്ലൻഡ് പപ്പായ സലാഡ് എന്ന് പറയുന്നത് ഒത്തൻറ്റിക് ആയിട്ടുള്ളതാണല്ലോ. കുറേ നേരം ക്യൂ ഒക്കെ നിന്നിട്ടാട്ടോ നമ്മൾ ഭക്ഷണമൊക്കെ കിട്ടിയത്. അടിപൊളിയായിരുന്നു. കിട്ടിയ ഭക്ഷണമൊക്കെ അടിച്ച് ഞങ്ങളൊന്ന് സെറ്റായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അവിടെ കുറേ സ്റ്റാൻഡുകളുണ്ട്, പല പല ഐറ്റംസ് അവർ വിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ പോയി ക്യൂ നിന്ന് നമുക്ക് വേണ്ടത് പോയി മേടിക്കുന്നു. നമുക്ക് ആദ്യത്തെ അത് ഈ ഒരു ദിവസം ചെന്നിട്ട് നമുക്ക് നിന്ന് കഴിക്കാനുള്ള ഈ ഒരു ചെറിയ ടേബിളേ കിട്ടിയുള്ളൂ. കിട്ടിയ ടേബിൾ നമ്മൾ ആർക്കും വിട്ടു കൊടുക്കാണ്ട് തന്നെ അങ്ങനെ നിന്ന് അവിടെ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ച് അങ്ങനെ സെറ്റായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് അത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ബേസിലും ജാസ്മിനും കൂടി ജോയിൻ ചെയ്തത്. അവരൊരു സ്റ്റിക്കി മാംഗോ റൈസിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, ഭയങ്കര വൈബായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാവരും കൂടി നമുക്കൊന്ന് സമാധാനത്തോടെ കഴിക്കാനോ മിണ്ടാനോ പറ്റാത്തൊരവസ്ഥയായപ്പോഴേക്കും ഞങ്ങൾക്കൊരു എന്താ പറയുക, നമ്മൾ വിചാരിച്ചു നോക്കി നമുക്ക് വേറൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് സമാധാനത്തോടെ മിണ്ടിയും പറഞ്ഞു അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാതെ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾക്ക് അറിയാവുന്ന ഞങ്ങൾ സ്ഥിരം പോകുന്ന ഒരു റെസ്റ്റോറൻറ്റിലേട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്ന് മനുഷ്യന് സമാധാനമായിട്ട് മനസ്സറിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിച്ച് കുറേ സംസാരിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങ് പിരിയായിരുന്നു. നല്ലൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ. അത് പിറ്റേ ദിവസം കഴിഞ്ഞ് വളരെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് ചേട്ടനും ആശയും വീട്ടിൽ വന്നപ്പോൾ നമുക്കിന്ന് ഇങ്ങോട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങി. ഇത് സൺഡേ രാവിലെ ആയത് കാരണം ഒരു ഉച്ച ആയത് കാരണം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ കുറച്ചുകൂടി എൻജോയ് ചെയ്തു, കുറേ ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്തു. ബിക്കോസ് ഒത്തിരി തിരക്കൊന്നുണ്ടായിരുന്നില്ല, അപ്പോൾ കുറേ നേരമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലും ബ്യൂലാഖിൽ വരുന്നുണ്ട്, എല്ലാ വർഷവും നടക്കുന്ന ഈ തായ് ഫെസ്റ്റിവൽ